الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله عباد الله أوصيكم وإياي بتقوى الله. ആദരണീയരായ വിശ്വാസികളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസിയ്യത്ത് ചെയ്യുക. അർഹമർ റഹീമീനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ അടിയാറുകളായ മനുഷ്യർക്ക് നൽകിയ വസിയ്യത്തുല്ലാഹി ജല്ല വഅല, ആ വസിയ്യത്താണ്, നിർദ്ദേശമാണ് നിങ്ങൾ മുത്തഖീങ്ങളാവുക, തഖ്വയുള്ളവരാവുക എന്നത്. വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്ത് നിസാഇന്റെ 131-ാമത്തെ ആയത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഗ്രന്ഥം നൽകപ്പെട്ട മുഴുവൻ ആളുകളോടും, അഥവാ അഹ്ലു കിതാബിനോടും ഈ ഉമ്മത്തിനോടും ഒരുപോലെ പറഞ്ഞൊരായത്ത്. എന്താണ് അല്ലാഹു പറയുന്നത്? وَلَقَدْ وَصَّيْنَا الَّذِينَ أُوتُوا الْكِتَابَ مِنْ قَبْلِكُمْ وَإِيَّاكُمْ أَنِ اتَّقُوا اللَّهَ. നിങ്ങൾക്ക് മുമ്പ് ഗ്രന്ഥം നൽകപ്പെട്ടവരോടും നിങ്ങളോടും, അഥവാ വിശുദ്ധ ഖുർആനിന്റെ അഹ്ലുകാരോടും അല്ലാഹു പറയാണ്, നാം വസിയ്യത്ത് ചെയ്തിരിക്കുന്നു എന്ത്? അനിത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അംബിയ മുർസലീങ്ങളുടെ പ്രബോധനത്തിൽ, അവരുടെ ദഅവത്തിൽ അവരാദ്യമായി ജനങ്ങളോട് ദഅവത്ത് നടത്തിയ അടിസ്ഥാനപരമായ വിഷയം ഇബാദത്ത്, ഇലാഹിയത്ത് അല്ലെങ്കിൽ ഉലൂഹിയത്ത്, അത് അല്ലാഹുവിന് മാത്രമാകണമെന്നതായിരുന്നു. അത് പറഞ്ഞ ഉടനെ പിന്നീട് അവർ ആ സമൂഹത്തോട് കൽപ്പിച്ചത് തഖ്വയുള്ളവരാവുക എന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഖുർആനിലെ ഒരൊറ്റ സൂറത്തിൽ തന്നെ നിരവധി അംബിയ മുർസലീങ്ങളുടെ ചരിത്രം പഠിപ്പിക്കുന്നിടത്ത് കാണാം. 26-ാം അധ്യായം സൂറത്ത് ശുഅറാഇന്റെ 106-ാമത്തെ ആയത്തിൽ എന്ത്? ഇദ് ഖാല ലഹും അഖൂഹും നൂഹുൻ അലാ തത്തഖൂൻ. അവരുടെ സഹോദരൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ആ സമുദായത്തോട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം, നിങ്ങൾ തഖ്വ പാലിക്കുന്നില്ലേ? അതേ സൂറത്തിന്റെ 124 കാണാം. ഇദ് ഖാല ലഹും അഖൂഹും ഹൂദുൻ അലാ തത്തഖൂൻ. അവരുടെ സഹോദരൻ ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറഞ്ഞ സന്ദർഭം, നിങ്ങൾ തഖ്വ പാലിക്കുന്നില്ലേ? അതേ സൂറത്തിലെ 142-ാമത്തെ ആയത്തിൽ കാണാം. ഇദ് ഖാല ലഹും അഖൂഹും സ്വാലിഹുൻ അലാ തത്തഖൂൻ. അവരുടെ സഹോദരൻ സ്വാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറഞ്ഞ സന്ദർഭം, നിങ്ങൾ തഖ്വ പാലിക്കുന്നില്ലേ? അതേ സൂറത്തിന്റെ 161-ാമത്തെ ആയത്തിൽ കാണാം. ഇദ് ഖാല ലഹും അഖൂഹും ലൂത്തുൻ അലാ തത്തഖൂൻ. അവരുടെ സഹോദരൻ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറഞ്ഞ സന്ദർഭം, നിങ്ങൾ തഖ്വ പാലിക്കുന്നില്ലേ? നോക്കൂ, അതേ സൂറത്തിന്റെ 177-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, ഇദ് ഖാല ലഹും ശുഐബുൻ അലാ തത്തഖൂൻ. അവരോട് ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം, നിങ്ങൾ തഖ്വ പാലിക്കുന്നില്ലേ? അതേ സൂറത്തിന്റെ 10-11 ആയത്തിൽ കാണാം. വഇദ് നാദാ റബ്ബുക മൂസാ അനിഅതിൽ ഖൗമൽ ളാലിമീന ഖൗമ ഫിർഔൻ അലാ തത്തഖൂൻ അലാ തത്തഖൂൻ അലാ തത്തഖൂൻ. എല്ലാ നബിമാരും അവരുടെ അനുയായികളോട് പറഞ്ഞ വാക്ക്, നിങ്ങൾ തഖ്വ പാലിക്കുന്നില്ലേ, നിങ്ങൾ തഖ്വ പാലിക്കുന്നില്ല.
എന്തിനേറെ ഈ ഉമ്മത്തിലെ ആളുകളോട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും ഈ ഉമ്മത്തിന്റെ നേതാവ്, ലോകരുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അല്ലാഹു പഠിപ്പിച്ചത് യാ അയ്യുഹൻ നബിയുത്തഖില്ലാഹ്, നബിയേ അവിടുന്ന് അല്ലാഹുവിനെ സൂക്ഷിക്കുക. വിശുദ്ധ ഖുർആനിലെ 33 അധ്യായം സൂറത്ത് അഹ്സാബിന്റെ 1-ാമത്തെ ആയത്തിൽ മുഹമ്മദ് നബിയോട് പഠിപ്പിച്ചതാണ്. മാത്രമല്ല ഈ തഖ്വ ലോകരോട് പ്രഖ്യാപിക്കാനായി മുഹമ്മദ് നബിയോട് അല്ലാഹു പറയുന്നു. എന്ത്? ഖുൽ യാ ഇബാദില്ലദീന ആമനുത്തഖൂ റബ്ബക്കും. പറയുക നബിയെ, വിശ്വസിച്ചവരായ എന്റെ അടിയാന്മാരെ അഥവാ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. 39-ാം അധ്യായം സൂറത്ത് സുമർ 10-ാമത്തെ ആയത്ത്. എത്രത്തോളം അറിയുങ്ങൾ നമ്മളിന്ന് മിമ്പറിൽ ഖുതുബയിൽ തുടങ്ങുന്നതിന് മുമ്പും നമ്മൾ പറഞ്ഞു തഖ്വ കൊണ്ട് വസിയത്ത്. ഈ തഖ്വ കൊണ്ടുള്ള വസിയത്ത് ആദ്യം നമ്മളെ പഠിപ്പിച്ചതാരാണ്? ഹംദ് പറഞ്ഞ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഖുതുബകളിൽ പറഞ്ഞ ശേഷം പറഞ്ഞ വാക്കെന്താ? തഖ്വ കൊണ്ടുള്ള വസിയത്താണ്. ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി, ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം. നോക്കൂ, എല്ലായിടത്തും ഈ തഖ്വ കൊണ്ടുള്ള വസിയത്ത്. എത്രത്തോളം നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹജ്ജ് കർമ്മമാണ്. നിസ്കാരം കഴിഞ്ഞാൽ അതുപോലെ മനസ്സും ശരീരവും എല്ലാം പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു ഇബാദത്താണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ. ഉബൂദിയ്യ, അതിന്റെ പൂർണ്ണതയാണ്. ആ ഹജ്ജിലേക്ക് പോകുന്ന വിഷയത്തെക്കുറിച്ച് പറയുമ്പോ ആവശ്യമായ സാധന സാമഗ്രികൾ കൊണ്ടുപോകണം എന്ന് പറയുന്ന ഭാഗത്ത് അല്ലാഹു തആല പറഞ്ഞ വാക്കെന്തറിയോ? വതസവ്വദൂ ഫഇന്ന ഖൈറസ്സാദിത് തഖ്വാ. നിങ്ങൾ യാത്രാ വിഭവങ്ങൾ ഒരുക്കുകയും ചെയ്യുവിൻ, എന്നാൽ യാത്രാ വിഭവങ്ങളിൽ ഏറ്റവും ഉത്തമമായത് തഖ്വയാകുന്നു, സൂക്ഷ്മതയാകുന്നു. സൂറത്തു അൽ ബഖറ 197-ാമത്തെ ആയത്ത്. എന്തിനേറെ പ്രിയമുള്ളവർ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ ഒരു തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രം നമ്മളിപ്പോൾ പ്രവേശിച്ചിട്ടുള്ള ഈ വിശുദ്ധ റമദാൻ, ഈ വിശുദ്ധ റമദാനിലെ നാം ഇപ്പോൾ നോമ്പുകാരാണ്. അൽഹംദുലില്ലാഹ്. ആ നോമ്പിന്റെ ലക്ഷ്യമായി പഠിപ്പിച്ചത് എന്താണ്? കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. എന്തിനാണ് നോമ്പ്? നിങ്ങൾ മുത്തഖികളാകാൻ വേണ്ടിയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ച കാര്യം. ആയത്തിന്റെ തഫ്സീറിൽ അല്ലമ സഅദി റഹ്മത്തുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ട് ലഅല്ലകും തത്തഖൂൻ എന്ന് പറഞ്ഞാൽ ഐ ഫഇന്ന സിയാമ മിൻ അക്ബരി അസ്ബാബിത് തഖ്വ. തീർച്ചയായിട്ടും നോമ്പെന്ന് പറഞ്ഞാൽ അത് തഖ്വ നേടുന്നതിനുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട മാർഗങ്ങളിൽ ഒന്നാകുന്നു എന്നാണ്. തഖ്വ കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗങ്ങളിലൊന്നാണ് നോമ്പ്. എന്തിനാണ് നമ്മൾ നോമ്പിലേക്ക് എത്തിയെന്നത്? നമ്മളൊക്കെ മുത്തഖീങ്ങളാകാൻ വേണ്ടിയാണ്. അതിനാൽ പ്രിയമുള്ളവരെ, ഓരോ വ്യക്തിയും നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും കഴിയുന്നത്ര അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നത് ഞാൻ പറഞ്ഞല്ല, അല്ലാഹു പറയാണ്. അടിമകളെ, നിങ്ങളെല്ലാവരും അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഫത്തഖുല്ലാഹ മസ്തതഅതും, കഴിവിന്റെ പരമാവധി നിങ്ങളെ കൊണ്ട് സാധ്യമാകുന്നത്ര നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്നാണ്. ശരി പ്രിയമുള്ളവരെ, ഈ തഖ്വ മുത്തഖി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ശരിക്കും തഖ്വ? നോമ്പ് നോൽക്കുന്നത് തന്നെ എന്തിനാണ്? നമ്മൾ ഈ നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്തിനാണ്? തഖ്വക്ക് വേണ്ടിയാണ്. ഇബാദത്തുകൾ പോലും എന്തിനാണ്? തഖ്വക്ക് വേണ്ടിയാണ്. തഖ്വ പ്രത്യേകം പറയാണ്. എന്താ ഈ തഖ്വ എന്ന് പറഞ്ഞാൽ? തടയുക എന്നർത്ഥം വരുന്ന വഖാ എന്ന പദത്തിൽ നിന്നാണ് തഖ്വ ഉണ്ടായത്. ഇമാം റാഗിബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഹിഫ്ളുൻ നഫ്സി അമ്മ യുഅത്തിമു വദാലിക ബിതർക്കിൽ മഹ്ദൂരി വയതിമു ദാലിക ബിതർക്കി ബഅദിൽ മുലാഹളാത്ത്. തിന്മകളിൽ നിന്ന് മനസ്സിനെ പിടിച്ചു നിർത്തലാണ് തഖ്വ. ശരിക്കും ശ്രദ്ധിക്കണം. തിന്മയിൽ നിന്ന് മനസ്സിനെ പിടിച്ചു നിർത്തലാണ് തഖ്വ. വിലക്കപ്പെട്ടത്, ഹറാമാക്കിയത്, മുഹറമാത്തുകൾ എന്തുണ്ടോ അതെല്ലാം അല്ലാഹുവും അവന്റെ റസൂലും എന്താണോ മുൻകറായി പഠിപ്പിച്ചത് അതെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് ചെയ്യേണ്ടത്. ഒരാള് തഖ്വ ഉണ്ടാകേണ്ടത് മാത്രമല്ല, അനുവദിക്കപ്പെട്ട ചില കാര്യങ്ങൾ വെടിയുകൂടി ചെയ്യുമ്പോൾ ആ തഖ്വ പൂർണ്ണമാകുന്നത്. അല്ലാഹു അക്ബർ. ഒരു വല്ലാത്തൊരു വാക്കാണ്.
അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും അനുസരിക്കുക വഴി അവനോട് ഭയഭക്തി ഉണ്ടായിരിക്കുക എന്നതാണ് തഖ്വ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ നോമ്പ് എന്തിനാണ് നമ്മൾ നോമ്പ് നോൽക്കുന്നത് ചോദിച്ചാൽ ഈ ഒരു തഖ്വ ഉണ്ടാകാനാണ്. എത്രത്തോളം അറിയോ? ഖുതുബയുടെ തുടക്കത്തിലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹംദിന് ശേഷം മുഹമ്മദ് നബി പഠിപ്പിച്ചതെന്താ? ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിന. എല്ലായിടത്തും നമ്മൾ കേൾക്കാം, വിശ്വാസികളെ വിളിച്ചിട്ട് അല്ലാഹു തആല പറയാണ്, ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതി, നിങ്ങൾ അല്ലാഹുവിനെ മുറപ്രകാരം സൂക്ഷിക്കണമെന്ന്. ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അവിടുന്ന് പറയാണ്, എന്താണ് ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതി എന്ന് പറഞ്ഞാൽ? അതായത് അയ്യുതാഅ ഫലാ യുസാ, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാതെ, മാസിയത്ത് പ്രവർത്തിക്കാതെ, ധിക്കാരം കാണിക്കാതെ അവനെ അനുസരിക്കണം. വഅയ്യുദ്കറ ഫലാ യുൻസാ, അവനെ വിസ്മരിക്കാതെ മറന്നുപോകാതെ ഓർത്തുകൊണ്ടേയിരിക്കണം. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ ഓർക്കണം. വഅയ്യുഷ്കറ ഫലാ യുക്ഫർ, അവനോട് നന്ദികേട് കാണിക്കാതെ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. ഇതാണ് ശരിക്കും തഖ്വ എന്ന് പറയുന്നത്. ഒന്ന്, അള്ളാഹുവിനെ അനുസരിക്കുക. രണ്ട്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കുക. മൂന്ന്, ഒരിക്കലും അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കാതിരിക്കുക, അഥവാ നന്ദിയുള്ളവരാവുക എന്നതാണ് തഖ്വ. ഈ തഖ്വ ഉണ്ടാക്കാനാണ് പറയുമുള്ളവരെ ഒരു മാസം കാലയളവിൽ നമ്മോട് നോമ്പ് നിൽക്കാൻ പറഞ്ഞത്. ഈ തഖ്വക്ക് വേണ്ടിയാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അവിടുന്ന് തഖ്വയെ കുറിച്ച് പറയുമ്പോൾ, മുത്തഖീങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവിടുന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, അൽ മുത്തഖൂൻ. മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ഹുമുല്ലദീന യഖാഫൂനല്ലാഹ വഇഖാബ, അവർ അല്ലാഹുവിനെയും അവന്റെ ശിക്ഷയെയും ഭയപ്പെടുന്നവരാകുന്നു. മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ്, അല്ലാഹുവിനെ അവർ പേടിക്കുന്നു, അവന്റെ ശിക്ഷയെ അവർ ഭയപ്പെടുന്നതാണ്. ശരി പറയുമുള്ളവർ, ഇങ്ങനെ ഒരാൾ തഖ്വ നേടിയെടുത്താൽ, ഇബാദത്തിലൂടെ തഖ്വ നേടിയെടുത്താൽ, മാസിയത്ത് പ്രവർത്തിക്കാതെ അനുസരണത്തിലൂടെ ഒരാൾ തഖ്വ നേടിയെടുത്താൽ, ജീവിതത്തിൽ തഖ്വക്ക് വേണ്ടി റബ്ബിനോട് അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹാ വമൗലാഹ, പ്രാർത്ഥനയിലൂടെ ഒരാൾ തഖ്വക്ക് വേണ്ടി അല്ലാഹുവിനോട് നിരന്തരം യാചിച്ച് തഖ്വ നേടിയെടുത്താൽ, അതിനപ്പുറത്തേക്ക് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ എന്നിങ്ങനെ ദുആയിലൂടെ അല്ലാഹുവിലേക്കുള്ള തേട്ടത്തിലൂടെ ഒരാൾ തഖ്വ നേടിയെടുത്താൽ എന്താണ് അതുകൊണ്ട് മെച്ചം? തഖ്വ ഉണ്ടാകാനാണ് ഇബാദത്തുകളൊക്കെ. എന്താണ് തഖ്വ കൊണ്ട് മെച്ചം? തഖ്വ ഉണ്ടായുള്ള ഗുണം എന്താണെന്ന് അറിയുമോ പ്രിയമുള്ളവരെ? അല്ലാഹുവിന്റെ കിതാബിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിലും പഠിപ്പിക്കപ്പെട്ട നിരവധി കാര്യങ്ങൾ ചിലത് മാത്രം സൂചിപ്പിക്കാൻ. എന്താണ് തഖ്വയുടെ സമറാത്ത്? തഖ്വ കൊണ്ട് കിട്ടുന്ന ഫലങ്ങൾ എന്താ? നമ്മൾ വൈകുന്നേരം വരെ അധ്വാനിച്ചാൽ വൈകുന്നേരത്ത് നമുക്ക് പ്രതിഫലം ലഭിക്കും. ഭക്ഷണം പാചകം ചെയ്താൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. ഓരോന്നിനും ഒരു ഫലങ്ങളുണ്ട്, സമറാത്തുകളുണ്ട്, അല്ലേ? അതെ, തഖ്വ ഉണ്ടായാൽ എന്താ മെച്ചം? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു തരുന്നു അവന്റെ വിശുദ്ധ ഖുർആനിൽ 65 അധ്യായം അതിന്റെ 2, 3, 4, 5 ആയത്തുകളിലൂടെ 5ഓളം കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യങ്ങൾ, ജീവിതത്തിൽ ഏതേത് പ്രതിസന്ധികളുണ്ടോ, പ്രതിസന്ധികളിൽ അല്ലാഹു തആല ഒരു പോംവഴി, ഒരു മാർഗം ഏർപ്പെടുത്തി തരുന്നതാണ് ഒന്നാമത്തെ മെച്ചം. ഈ നോമ്പൊക്കെ നോറ്റിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന തഖ്വ, ആ തഖ്വ കൊണ്ട് നമുക്ക് കിട്ടുന്ന മെച്ചം എന്തറിയോ? ബെനിഫിറ്റ്സ്, ദുനിയാവിലെ ലാഭം എന്താണെന്നറിയോ? ഈ ദുനിയാവിൽ തന്നെ കിട്ടുന്ന ലാഭന്തരങ്ങൾ അള്ളാഹു ഒരു പോംവഴി ഉണ്ടാക്കി തരുന്നു. രണ്ടാമത്തെ കാര്യം അള്ളാഹു താല ഉപജീവന മാർഗം വിശാലമാക്കി തരുന്നു. മൂന്നാമത് അള്ളാഹു താല എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ അള്ളാഹു ആശ്വാസമാക്കി മാറ്റുന്ന. ഇത് 3 ആയത്താണ്. എന്താ റബ്ബ് പറഞ്ഞത്? وَمَن يَتَّقِ اللَّهَ يَجْعَل لَّهُ مَخْرَجًا وَيَرْزُقْهُ مِنْ حَيْثُ لَا يَحْتَسِبُ. ആര് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ അള്ളാഹുവിനൊരു പോംവഴി ഏർപ്പെടുത്തി കൊടുക്കുന്ന. മാത്രമല്ല വയർസുഖ്ഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ കണക്കാക്കാത്ത, വിചാരിക്കാത്ത, ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് പോലുമില്ലാത്ത വിധത്തിലൂടെ അള്ളാഹു അവന് ഉപജീവനം നൽകുകയും ചെയ്യുന്നതാണ്. 65 അധ്യായം സൂറത്ത് ത്വലാഖ് 2-3 ആയത്ത്. وقال علي بن ابي طلحه عن ابن عباس رضي الله عنهما, ഈ ആയത്തിനെ അവിടുന്ന് വിശദീകരിക്കാൻ, ومن يتق الله يجعل له مخرجا,
അള്ളാഹുവിനെ ആര് സൂക്ഷിക്കുന്നുവോ, ആര് മുത്തഖീങ്ങളായോ അള്ളാഹ് മുത്തഖീങ്ങൾക്ക് ഒരു പോംവഴി ഉണ്ടാക്കി കൊടുക്കുന്നു പറഞ്ഞാൽ യഖൂലു മഹാനായ ഇബ്നു അബ്ബാസ് എന്ന് പറയാൻ യുൻജീഹി മിൻ കുല്ലി കർബിൻ ഫിദ്ദുനിയാ വൽ ആഖിറ. യുൻജീഹി മിൻ കുല്ലി കർബിൻ ഫിദ്ദുനിയാ വൽ ആഖിറ. അതായത് സൂക്ഷ്മത പാലിക്കുന്നവനെ ആ തഖ്വ ദുനിയാവിലും ആഖിറത്തിലുമുള്ള എല്ലാ ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു എന്നാണ്. അല്ലാഹു അക്ബർ. നമ്മുടെ പ്രയാസങ്ങൾ, ദുനിയവിയായി മനുഷ്യര് ബാധിക്കുന്ന, മനുഷ്യർക്കുണ്ടാകാവുന്ന എന്തൊക്കെ ദുരിതങ്ങളുണ്ടോ ആ ദുരിതങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു താല അവനെ കാത്തുരക്ഷിക്കും. പരലോകത്ത് ഏറ്റവും വലിയ ദുരിതം എന്താ? നരകാണ്. ആ നരകത്തിൽ നിന്നും അള്ളാഹു താല അവനെ രക്ഷപ്പെടുത്തും. തഖ്വ കൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗുണമാണ്. അതായത് അള്ളാന്റെ കൽപ്പനകൾ പാലിച്ച് അള്ളാഹു വിലക്കിയതിൽ നിന്ന് വിട്ടുനിന്ന് അവനെ സൂക്ഷിച്ചാൽ അള്ളാഹു ഈ ഒരു മനുഷ്യനുണ്ടായേക്കാവുന്ന എല്ലാ ഇടുക്കങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അവനൊരു ആശ്വാസം നൽകും. പിന്നെയോ ഒരിക്കലും അവൻ മനസ്സിൽ പോലും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ രൂപത്തിൽ, പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അള്ളാഹു ഒരു റിസ്ഖ് നൽകുകയും ചെയ്യുമെന്നാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്തറിയോ? പ്രയാസങ്ങളിൽ അള്ളാഹു എളുപ്പമുണ്ടാക്കി കൊടുക്കുന്നതാണ്. അതായത് തഖ്വ പാലിച്ചാൽ മഖ്റജ് എന്ന് പറഞ്ഞാൽ എന്തറിയോ? മിൻ കുല്ലി ദീഖിൻ, എല്ലാ ദുരിതങ്ങളിൽ നിന്നാണ്. എന്തൊക്കെ ദുരിതം മനുഷ്യൻ അനുഭവിക്കാണ്ടോ അതിൽ നിന്നൊക്കെ അള്ളാഹ് എളുപ്പമുണ്ടാക്കി കൊടുക്കുന്നതാണ്. എത്രത്തോളം അറിയോ? അള്ളാഹ് പറഞ്ഞു വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യസ്റാ. 65-ാം അധ്യായത്തിന്റെ 4-ാമത്തെ ആയത്ത് അല്ലാഹു തആല പറയാണ്, ആര് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ, ആര് മുത്തഖിയായോ, നന്മ മതി, എനിക്ക് തിന്മ വേണ്ട, തിന്മയുടെ ഒരു മേഖലയിലേക്കും ഞാനില്ല, അള്ളാഹു വെറുക്കുന്നതൊന്നും എനിക്ക് വേണ്ട എന്നൊരുത്തൻ തീരുമാനിച്ചാൽ അവന് തന്റെ കാര്യത്തെ സംബന്ധിച്ച് അള്ളാഹു എളുപ്പം സൗകര്യമുണ്ടാക്കി കൊടുക്കും. എവിടെ? ഫിദ്ദുനിയ, ദുനിയാവിലും, വൽ ആഖിറ, ആഖിറത്തിലും. അതൊന്നും കൂടി വിശദീകരിക്കേണ്ട ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ. ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അവൻ അവന്റെ കാര്യത്തിൽ അള്ളാഹു എളുപ്പമുണ്ടാക്കി കൊടുക്കുന്നതാണെന്ന് പറഞ്ഞാൽ ഫഅഖ്ബറ അന്നഹു യുയസ്സിറു അലൽ മുത്തഖി മാ ലാ യുയസ്സിറു അലാ ഗൈരിഹി. അള്ളാഹു ഇതിലൂടെ അറിയിക്കാൻ എന്തെന്നറിയോ? മറ്റുള്ളവർക്ക് അഥവാ മുത്തഖീങ്ങളല്ലാത്തവർക്ക് എളുപ്പമാക്കി കൊടുക്കാത്ത കാര്യങ്ങൾ തഖ്വ കൈക്കൊള്ളുന്നവന് നിശ്ചയമായും അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കും. എന്താ അങ്ങനെ പറഞ്ഞാൽ? തഖ്വ ഉള്ളവന്റെ ജീവിതത്തിൽ അല്ലാഹു തആല പ്രത്യേക സഹായവും എളുപ്പവും ഉണ്ടാക്കും. ഒന്നും കൂടി നന്നാക്കി പറഞ്ഞാൽ ഇബാദത്തിൽ സ്ഥിരതയുണ്ടാകും, സമാധാനമുണ്ടാകും, സ്വസ്ഥതയുണ്ടാകും, മറ്റ് ശർറുകളിൽ നിന്ന് അല്ലാഹു തആല അവന് കാവൽ നൽകും. എത്രത്തോളം അറിയോ? പാപത്തിൽ ജീവിക്കുന്നവൻ ഒരിക്കലും ഇത് ലഭിക്കില്ലെന്ന്. അതുകൊണ്ട് തഖ്വ പാലിച്ച ഒരാള് തിന്മയിലേക്ക് പോകാതെ നന്മയിൽ മാത്രം നിലനിൽക്കുന്നിടത്തോളം കാലം അല്ലാഹുവിങ്കിൽ നിന്ന് അവന് സഹായം ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. 3 കാര്യങ്ങൾ രണ്ടായത്തിലായി. 4-ാമത്തെ കാര്യം അല്ലാഹു തആല പറയാണ്, അവന് വലിയ പ്രതിഫലം അല്ലാഹു കൊടുക്കുന്നു. മുത്തഖീങ്ങൾക്ക് അല്ലാഹു തആല വലിയ പ്രതിഫലം നൽകുന്ന. എന്തിനാ ഒരു മാസം നോമ്പ് വിൽക്കണമെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ, ലഅല്ലക്കും തത്തഖൂന. ശരി, എന്താണ് ആ തഖ്വ കൊണ്ട് കിട്ടിയാൽ, എന്താ തഖ്വ കൊണ്ട് നമുക്ക് കിട്ടാന്ന് ചോദിച്ചാൽ അതിന്റെ 4-ാമത്തെ ഉത്തരാണ് വമൻ യത്തഖില്ലാഹ യുകഫിർ അൻഹു സയ്യിആതി വയുഅളിം ലഹു അജ്റാ. അല്ലാഹുവിനെ ആര് സൂക്ഷിക്കുന്നുവോ അവന്റെ തിന്മകളെ അള്ളാഹു മായ്ച്ചു കളയുന്നത്. മുത്തഖീങ്ങളുടെ പാപങ്ങൾ അള്ളാഹു തആല മായ്ച്ചു കൊടുക്കും. 2-ാമത്തത് അവനുള്ള പ്രതിഫലം അള്ളാഹു വലുതാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? വമൻ യത്തഖില്ലാഹ ഐ ബിതാഅതിഹി യുകഫിർ അൻഹു സയ്യിആതിഹി എന്ന് പറഞ്ഞാൽ യംഹു അൻഹു ഖതായ വയുഅളിം ലഹു അജ്റ ഫിൽ ആഖിറ. അല്ലാഹുവിനെ അനുസരിച്ച് തഖ്വയോടെ ജീവിക്കുന്നവന് അള്ളാഹുവിന്റെ പാപങ്ങൾ മായ്ച്ചു കളയുകയും അവന് പരലോകത്തിൽ വലിയ പ്രതിഫലം നൽകുകയും ചെയ്യും. അതെന്താണ്? സ്വർഗമാണ്. ആ സ്വർഗത്തിൽ അള്ളാഹുവിന്റെ തൃപ്തിയാണ്. ആ സ്വർഗത്തിൽ അള്ളാഹുവിന്റെ ലിഖാ ആണ്. ഇത് മൂന്നും ഈ പരലോകത്ത് കിട്ടുന്ന മെച്ചങ്ങളാണ്. ഇത് മുഴുവനും കിട്ടാൻ ഒരടിമക്ക് എന്ത് വേണം? തഖ്വ വേണം. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ തഖ്വ നേടിയെടുക്കാനുള്ള പരിശ്രമങ്ങളിൽ നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ആനന്ദം എന്നറിയും. ഒരു മനുഷ്യൻ തഖ്വയിലേക്ക് നടന്നെടുക്കുക എന്ന് പറഞ്ഞ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. കാണാൻ പറ്റാത്തതൊക്കെ മുന്നിലുണ്ടാകും, കാണാൻ കഴിയില്ല. കേൾക്കാണ്ടാത്ത കുറേ കാര്യങ്ങളുണ്ട്, അതിൽ നിന്നൊക്കെ ചെവിയെ കുത്തിയെടുക്കേണ്ടി വരും. പറയാൻ പാടില്ലാത്ത പലതും ഉണ്ടാകും, അതിൽ നിന്നൊക്കെ നാവിനെ സൂക്ഷിക്കേണ്ടി വരും. കയ്യിനും കാലിനും ലൈംഗികാവയത്തെയും സാമ്പത്തിക രംഗത്തെയും കുടുംബജീവിതത്തെയും എല്ലാ മേഖലകളെയും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമ്പോഴേ ഇതുണ്ടാകുന്നു. ഇതുണ്ടായാലുള്ള മെച്ചാണ് ഈ പറയുന്നത്. മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ തഖ്വ ഉണ്ടാകണം. മുത്തഖീങ്ങളുടെ കർമ്മങ്ങളെ അള്ളാഹുവിന്റെ അരികിൽ സ്വീകരിക്കുള്ളൂ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ മഹാനായ അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ 2 മക്കള് നമുക്കറിയാം. ആ 2 മക്കളിൽ 2 പേരും ഒരു ബലി നടത്തി. ഒരാളിൽ നിന്ന് അള്ളാഹു തആല സ്വീകരിച്ചു, രണ്ടാമത്തെ ആളിൽ നിന്ന് അള്ളാഹു അത് സ്വീകരിച്ചില്ല. അത് സ്വീകരിച്ചത് ആരാണ്? തഖ്വയുള്ള ആളിൽ നിന്നാണ് അള്ളാഹു സ്വീകരിച്ചത്. തഖ്വയില്ലാത്ത ആളിൽ നിന്ന്, മറ്റു മോനിൽ നിന്ന് അള്ളാഹു തആല സ്വീകരിച്ചില്ല. ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നിടത്ത് കാണാം, അള്ളാഹു തആല പറയാണ്, ഈ മകൻ, തഖ്വയുള്ള മകൻ, സ്വീകരിക്കപ്പെട്ട മകൻ പറയുന്ന വാക്കുണ്ട്. ഖാല, അദ്ദേഹം പറഞ്ഞ വാക്കെന്നറിയോ? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. തഖ്വ പാലിക്കുന്നവരിൽ നിന്നേ അള്ളാഹു തആല സ്വീകരിക്കും. അതുകൊണ്ട് നമ്മുടെ അമലുകൾ സ്വീകരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഉപാധിയായി പഠിപ്പിക്കപ്പെട്ട വിഷയം എന്താണ്? തഖ്വ ഉണ്ടാകണമെന്നാണ്. പ്രിയമുള്ളവർ, നമ്മുടെ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഉംറയും വിശുദ്ധ ഖുർആനിന്റെ പാരായണവും അദ്കാറുകളും ദുആയും സ്വലാത്തും നമ്മൾ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും കുടുംബ ജീവിതത്തിൽ നമ്മൾ ചെലവഴിക്കുന്ന നഫഖത്തുകളും അതിനു പുറമെ സദഖയും അതിനപ്പുറം സക്കാത്തും എന്തൊക്കെയുണ്ടോ അതൊക്കെ സ്വീകരിക്കാൻ തഖ്വ അനിവാര്യമാണ്. അപ്പൊ തഖ്വ ശരിക്ക് ഇബാദത്തുകൾ ഖബൂൽ ചെയ്യപ്പെടാനുള്ള ഒരു അടിസ്ഥാനോപാധിയാണ്. അതുകൊണ്ടാണ് തഖ്വ അത്ര പ്രധാനമായത്. നബിമാരൊക്കെ അത്ര വലിയ ഗൗരവത്തിൽ പഠിപ്പിക്കാനുള്ള കാരണം. പിന്നെയോ 6-മത്തെയും 7-മത്തെയും 8-മത്തെയും കാര്യം, സത്യവും അസത്യവും വിവേചിക്കാനുള്ള ഒരു കഴിവ് മുത്തഖിക്ക് മാത്രമേ ഉണ്ടാവും. 7-മതായി അവന്റെ തിന്മകൾ അല്ലാഹു തആല മായ്ച്ചു കളയും. അത് നമ്മൾ ഒരു വട്ടം പറഞ്ഞതുകൂടിയാണ്. 8-മതായി നമ്മുടെ പാപങ്ങളോ അല്ലാഹു തആല പുറത്തു. അപ്പൊ തിന്മകളോ മായ്ക്കുന്ന മാത്രമല്ല, അത് അല്ലാഹു തആല പുറത്തെടുക്കുകയും ചെയ്യും. ഇതിലെ വലിയൊരു പോയിന്റ് ആണെന്ന് അറിയോ? നമ്മൾ സാധാരണ എപ്പോഴും നിസ്കാരം കഴിഞ്ഞാലും അല്ലാതെയൊക്കെ പറയുന്നൊരു വാക്കാണ് അസ്തഗ്ഫിറുല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നമ്മൾ എപ്പോഴും പറയുന്നൊരു വാക്കാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട് എന്ത് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണ പറയും അല്ലാഹു എന്റെ പാപത്തെ നീ പുറത്തു തരണമേ. അല്ല, അതുമാത്രമല്ല, 2 ഘടകങ്ങളുള്ള ഒരു വാക്കാണ് അസ്തഗ്ഫിറുല്ലാഹ്. ഒന്ന്, അല്ലാഹുവേ എന്റെ പാപത്തെ നീ പൊറുക്കുകയും അതിനെ നീ നാളെ പരലോകത്ത് നബിമാരുടെയും സുദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും സാലിഹീങ്ങളുടെയും മുന്നിൽ പ്രദർശിപ്പിക്കാതെ നീ അതിനെ മായ്ച്ചു കളയണേന്ന്, പൊറുക്കണേ മായ്ക്കണേ. അതങ്ങ് ഒരൊറ്റായത്തിൽ തിന്മകൾ മായ്ച്ചു കളയുകയും ചെയ്യും, തിന്മകൾ പൊറുക്കുകയും ചെയ്യും. രണ്ടും രണ്ടാണ്. തിന്മകൾ പുറത്താൻ മാത്രം പോരാ, നമ്മൾ ചെയ്ത പല തിന്മയും നാളെ ആഖിറത്തിൽ റബ്ബിന്റെ കോടതിയിൽ വരാൻ പാടില്ല. നമ്മുടെ കർമ്മ പുസ്തകത്തിന് അത് ഉണ്ടാകാൻ പാടില്ല. അതിനെന്ത് വേണം? അത് മായ്ക്കപ്പെടണം. അത് മായ്ക്കപ്പെടാനുള്ള വാക്കാണ് അസ്തഗ്ഫിറുല്ലാഹ്. അതേ പ്രവൃത്തിയാണ് ഇവിടെ റബ്ബ് പറഞ്ഞതറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാന ويكفر عنكم سيئاتكم ويغفر لكم والله ذو الفضل العظيم. അല്ലയോ മുഅ്മിനുകളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന പക്ഷം, മുത്തഖികളാകുന്ന പക്ഷം, അവൻ നിങ്ങൾക്ക് ഹഖും ബാത്തിലും വിവേചിക്കാനുള്ള കഴിവുണ്ടാക്കി തരും. ഏതാണ് ഹലാൽ, ഏതാണ് ഹറാം എന്നൊരു ബോധം ഉണ്ടാകുന്നു. മാത്രമല്ല, ഹലാലിൽ മാത്രം മതിവരുത്തുകയും ഹറാമിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന എന്തുണ്ടായാൽ തഖ്വ ഉണ്ടായാൽ. ഇന്നിപ്പോ എന്താന്ന് വെച്ചാല് ഹലാലും ഹറാമും കൂടി മിങ്കിൾ ചെയ്ത ജീവിതം. നമ്മൾ സാധാരണ മിമ്പറുമെന്ന് തന്നെ പറയുന്നുണ്ട്, മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. അല്ലാഹു കച്ചവടം ഹലാലാക്കി, പലിശ ഹറാമാക്കി. നമ്മൾ മുസ്ലിം കച്ചവടക്കാരെന്ത് ചെയ്തു? രണ്ടും കൂടി ഹലാലാക്കി. അല്ലാഹുൽ മുസ്തആൻ. എന്തുകൊണ്ടാണ് പലിശ കലർന്നത്? തഖ്വയില്ലാത്തതിനാലാണ്, വേറൊന്നുമല്ല.
വീട്ടിൽ പലിശ കടർന്നത്, വാഹനത്തിൽ പലിശ കടർന്നത് എന്തുകൊണ്ടാണ്? തഖ്വയില്ലാത്തതുകൊണ്ടാണ്. തഖ്വയുണ്ടെങ്കിൽ അയാൾ പലിശയുടെ പരിസരത്തേക്കേ പോകില്ല. ഒരു ബാങ്കിന്റെ പടവും അയാൾ കയറൂല, ഒരു ബാങ്കിന്റെ സ്ഥാനമാനങ്ങളും അയാൾ വഹിക്കൂല. എന്തിന്? ഈ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ട് രാഷ്ട്രീയപരമായ ചില പിടിപാടുകളൊക്കെ. അപ്പോ രാഷ്ട്രീയപരമായി മാറുമ്പോ ഹലാലിനെ രാഷ്ട്രീയത്തിന് വേണ്ടി തൽക്കാലം കണ്ണു ചിമ്മുന്നൊരവസ്ഥ ഉണ്ടാവില്ല. പറയുള്ളത് ബാങ്കുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനെ കുറിച്ച് എന്താ പറഞ്ഞത്? എഴുതി വെക്ക, തിന്ന തീറ്റിക്ക, എഴുതി വെക്ക, സാക്ഷി നിൽക്ക. സവാഅൻ, ഒരുപോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാ ബാങ്ക് ജോലി ഹറാമെന്ന് പറയാൻ കാരണം. അല്ലാതെ അപ്പൊ ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ട് പറയണമെന്നല്ല. PSC ഒക്കെ കിട്ടിയിട്ട് നല്ല ജോലിയൊക്കെ കിട്ടിയിട്ട് നേരെ കിട്ടണം അങ്ങോട്ടാണ് പോസ്റ്റിംഗ്. എനിക്ക് വേണ്ടാന്നൊരാൾ തീരുമാനിച്ചു. എന്തുകൊണ്ട്? ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട്, അത് ഹറാമായതുകൊണ്ട്, ആ പണം ഒരിക്കലും ഹലാലല്ലാത്തത് കൊണ്ട്. എന്ത് രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ഏതൊക്കെ ഉസൂലുകൾ, മാനദണ്ഡങ്ങൾ വെച്ച് ന്യായീകരിച്ചാലും ശരി, അത് ഹറാമാണ്. ഒരു ന്യായീകരണം ശരിയാവില്ല, ഏത് ന്യായീകരണം പറഞ്ഞാലും. അതുകൊണ്ട് ഹലാലും ഹറാമും വേർതിരിച്ച് ജീവിക്കാൻ ആർക്കേ പറ്റുള്ളൂ? മുത്തഖികൾ. അതുകൊണ്ടാണ് തഖ്വ ഉണ്ടാകണം എന്ന് പറഞ്ഞത്. ഒരു പക്ഷേ നോമ്പിന്റെ ക്ഷീണം നിങ്ങൾക്കും എനിക്കൊക്കെ ഒരുപോലെ ഇരിക്കും. പക്ഷെ ഈ വിഷയത്തിന്റെ ക്ഷീണം ഉണ്ടല്ലോ, അത് വിവരണമായി തരാൻ കുറച്ച് പ്രയാസം ഉണ്ടാക്കുന്ന വിഷയം. ഇത് എത്ര കണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാധീനിക്കണോ അത്ര കണ്ട് നമുക്ക് അള്ളാഹിന്റെ അടുത്ത് രക്ഷപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ നോമ്പ് വെറുതെ, എല്ലാം വെറുതെയാവും. അള്ളാഹു താല കാത്തിരക്ഷിക്കുമാറാവട്ടെ. മാത്രമല്ല നിങ്ങളുടെ തിന്മകളെ അള്ളാഹു താല മായ്ച്ചു കളയും, നിങ്ങൾക്ക് അവൻ പുറത്തു തരികയും ചെയ്യും എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നത്. ഈ ആയത്തിന് വിരിക്കുന്നിടത്ത് യജ്അലക്കും ഫുർഖാന, യജ്അലക്കും ഫുർഖാന, നിങ്ങൾക്ക് ഫുർഖാൻ, വിശുദ്ധ ഖുർആന്റെ ഒരു പേരാണ് ഫുർഖാൻ. എന്താ ഫുർഖാൻ? സത്യവും അസത്യവും വേർതിരിച്ച് വിവേചിക്കുന്ന ഗ്രന്ഥം. ഇവിടെ ഫുർഖാൻ ഉണ്ടാക്കി തരുന്ന പറഞ്ഞു ഇമാം മുജാഹിദ് ഇബ്നു ജബർ റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ ഇബ്നു അബ്ബാസിന്റെ പ്രമുഖ ശിഷ്യനാണ്, മുഫസ്സിറാണ്. അവിടുന്ന് പറയാണ് മഖ്റജൻ ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും പരലോകത്തും ഉള്ള സർവ്വ പ്രതിസന്ധിയും അല്ലാഹു തആല രക്ഷ ഉണ്ടാക്കി തരുന്ന. ദുനിയാവിലെ പ്രതിസന്ധി പറഞ്ഞാൽ എന്താ അറിയോ? മുഹറമാത്തുകളാണ്. ഒരു മനുഷ്യനെ ദുനിയാവിൽ നശിപ്പിക്കണം എന്തറിയോ? മുഹറമാത്തുകളാണ്. നിങ്ങൾ നനച്ചോക്കി, ഹലാല് മാത്രം മതി എന്ന് തീരുമാനിച്ച ഒരാൾ മുന്നോട്ട് പോകാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. പക്ഷെ അയാളുടെ ജീവിതം പെടുത്താൻ സ്വർഗമായിരിക്കും. പിന്നെ സ്വർഗം വേറെ കിട്ടാനുണ്ട്. എന്നാൽ ഹറാമും ഹലാലും കൂടി ചേർന്ന് പോകണോ? ഓനിവിടെ പരീക്ഷണായിരിക്കും, അവിടെ അതിലും വലിയ പരീക്ഷണായിരിക്കും. എന്നാൽ ഹറാമും മാത്രം മതി എന്ന് വിചാരിക്കണോ? ഓന്റെ കാര്യം പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഓന്റെ രണ്ട് ലോകം പ്രശ്നത്തിലായിരിക്കും. ലാഹിറായിട്ട് ഭൗതികമായിട്ട് ചിലപ്പോ നമുക്ക് തോന്നും ഓ നല്ല തന്നെയാണല്ലോ, പക്ഷേ അവൻ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ശരിക്കും എല്ലാ നിലക്കും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷിക്കുന്ന ഒരാൾക്ക് ഹക്കും ബാത്തിലും ഇന്നതാണ്, ശരിയും തെറ്റും ഇന്നതാണ് എന്ന് വേർതിരിക്കാനുള്ള തൗഫീഖ്, ഹുദ, മാർഗദർശനം, ഇർഷാദ് അള്ളാഹു തആല നൽകും. മാത്രമല്ല നേർമാർഗം കാണാതെയോ രക്ഷാമാർഗം തിരിച്ചറിയാതെയോ ഒരിക്കലും നട്ടം തിരിയേണ്ടി വരൂല. നമ്മുടെ പക്കൽ വന്നുപോകുന്ന തിന്മകൾ മുഴുവനും അല്ലാഹു തആല പൊറുക്കുകയും അതിന് അല്ലാഹു തആല മായ്ക്കുകയും ചെയ്യും. റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തഖ്വ കൊണ്ട് ലഭിക്കുന്ന ഫലങ്ങളൊക്കെ കിട്ടാൻ നമ്മൾ മുത്തഖികളാവുക എന്നതാണ് അല്ലാഹു തആല നമ്മളെ മുത്തഖീങ്ങളാക്കി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. اوصيكم واياي بتقوى الله. ബഹുമാനരായ വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ് വസിയത്ത് ചെയ്യാൻ. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒമ്പതാമതായി ഒരു മുത്തഖിന് കിട്ടുന്ന തമറാത്ത് ഫലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്നറിയങ്ങൾ അള്ളാഹുവിങ്കിൽ നിന്ന് അവന് വിലായത്ത് ലഭിക്കുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അവനൊരു വലിയായിട്ട് തെരഞ്ഞെടുക്കുന്ന ആര്? മുത്തഖി. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരാളെ വലിയായിട്ട് തെരഞ്ഞെടുക്കണമെങ്കിൽ, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ വലിയാകണമെങ്കിൽ രണ്ട് യോഗ്യത ഉണ്ടാകണം. എപ്പോഴാണ് ഒരാൾ വലിയാക? രണ്ട് യോഗ്യത. ഒന്ന് ഈമാനാണ്, മറ്റൊന്ന് തഖ്വയാണ്. ഞാൻ പറഞ്ഞല്ല, വിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിന്റെ 62-63 ആയത്ത് അല്ലാഹു പറഞ്ഞ വാക്കെന്തറിയോ? അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ.
الذين آمنوا وكانوا يتقون. അറിയുക, തീർച്ചയായും അള്ളാഹുവിന്റെ വലിയകളാരോ. ആരാണ് ഔലിയാക്കൾ? അവരുടെ പ്രത്യേകത എന്താ? അവരുടെ മേൽ യാതൊരു ഭയവുമില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. ഇനി ആരാണ് അവർ? അല്ലദീന, ഈ വലിയകൾ. അവരുടെ വസഫ് എന്താണ്? ആമനു, അവർ വിശ്വസിക്കുകയും വകാനൂ യത്തഖൂൻ, തഖ്വ പാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നവരത്രേ അവർ. അപ്പൊ ഈമാനുള്ള തഖ്വ പാലിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന അള്ളാഹുവിങ്കൽ നിന്നുള്ള തൗഫീഖാണ് വിലായത്ത്. അപ്പൊ ശരിക്കും ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അതാണ്. അല്ലാതെ കുളിക്കാത്ത, ഉടുക്കാത്ത, ഉണ്ണാത്ത, ജനങ്ങളോട് സഹകരിക്കാത്ത, നിസ്കരിക്കാത്ത, അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഹലാലും ഹറാമും നോക്കാതെ തോന്നിയതുപോലെ ജീവിക്കുകയും പേരിലും കോലത്തിലും മാത്രം ആളുകളുടെ മുന്നിൽ ആളുകളെ പൊട്ടീസാക്കാൻ വേണ്ടി കോലം കെട്ടുകയും ചെയ്യുന്ന ആളുകൾക്ക് പറയുന്ന പേരല്ല ഔലിയ. ഔലിയ എന്ന് പറഞ്ഞാൽ ഈമാനും തഖ്വയുമുള്ള ആളുകളാണ്. എത്രത്തോളം അറിയോ? ഒരാൾ ഔലിയാണെന്ന് തിരിച്ചറിയേണ്ട ഒരു മാർഗം അറിയും. ഈ മാനദണ്ഡം പഠിച്ചോളില്ല. ഒരാൾ എപ്പോഴാണ് ഒരു വലിയാകുന്നറിയോ? അനിബ്നു അബ്ബാസിൻ ഖൗലു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്ന് പറയാണ്, അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന ആയത്ത് വിശദീകരിച്ച് പറയാണ്, ഖാല യുദ്കറുല്ലാഹ് ലിറുയതിഹിം. അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആ ആളുകളെ കണ്ടാൽ ഈ കാണുന്ന വ്യക്തികൾക്ക് ആരെ ഓർമ്മ വരും? അല്ലാഹുവിനെ ഓർമ്മ വരും. സുബ്ഹാനല്ലാഹ്. അതായത് ഔലിയാക്കൾ എന്ന് പറയുന്നവരെ കാണുമ്പോൾ നമുക്ക് ആരെ ഓർമ്മ വരണം? അള്ളാഹുവിനെ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അവർ ഔലിയാക്കളാണ്. അള്ളാഹുവിനെ ഓർമ്മ വരണം. ശരിക്കും ആലോചിച്ചൊക്കെ അങ്ങനെ ഓർമ്മ വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ലാഹിറായിട്ട് കാണുന്ന പല കോലം കെട്ടിയ ആൾക്കാരിലും അങ്ങനെ തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മളെ കണ്ടാൽ കാണുന്നവർക്ക് അള്ളാഹുവിനെ ഓർമ്മ വരുന്നുണ്ടോ എങ്കിൽ അൽഹംദുലില്ലാ, ഈ തഖ്വയുടെ തമറാത്ത് ഫലം അനുഭവിച്ച വിലായത്തിന്റെ മർത്തബയിലേക്ക് നമ്മളെത്തും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹുവിന്റെ കാരുണ്യം അവർക്ക് ലഭിക്കുമെന്നാണ്. അള്ളാഹിന്റെ കാരുണ്യം അവർക്ക് കിട്ടും. എത്രത്തോളം അറിയോ? ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയുഅ്തൂന അസ്സകാത്ത് വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. അല്ലാഹ് അങ്ങനെ പറയണം, എന്റെ കാരുണ്യം എല്ലാറ്റിനെയും വിശാലമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ റബ്ബ് പറഞ്ഞു, എന്നാൽ തഖ്വ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് ഞാനത് പ്രത്യേകമായി രേഖപ്പെടുത്തും. അഥവാ അള്ളാഹുവിന്റെ റഹ്മത്ത് രേഖപ്പെടുത്താൻ, അള്ളാഹിന്റെ റഹ്മത്ത് കിട്ടാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗമാണെന്ന് അറിയോ? അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത്. ഇതിനെ സംബന്ധിച്ച് വിരിക്കുന്ന ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി പറയാണ്, ഹസനുൽ ബസ്രി പറയാണ്, അന്നഹ അലൽ ഉമൂമി ഫി ദുനിയ വൽ ഖുസൂസി ഫിൽ ആഖിറ. ഇത് പൊതുവായി ദുനിയാവിലും പ്രത്യേകമായി പരലോകത്തുമാണ്. വതഅവീലു ദാലിക വറഹ്മതി വസിഅത് ഫി ദുനിയ അൽ ബർറ വൽ ഫാജിർ വഫിൽ ആഖിറതി ഹിയ ലില്ലദീന തഖൗ ഖാസ. അതായത് അതിന്റെ വ്യാഖ്യാനം എന്തറിയോ? എന്റെ റഹ്മത്ത് ദുനിയാവിൽ സജ്ജനങ്ങൾക്കുണ്ടാകും, ദുർജനങ്ങൾക്കുണ്ടാകും. കാരണം അല്ലാഹു റഹ്മാനാണ്. എന്നാൽ എന്റെ റഹ്മത്ത് പരലോകത്ത് മുത്തഖീങ്ങൾക്ക് മാത്രമുള്ളതാകുന്നു. അപ്പൊ ശരിക്കും റബ്ബിന്റെ റഹ്മത്ത് കിട്ടുന്ന ഒരു വിഭാഗക്കാരാണ് അവര്. ആഖിറത്തിൽ മുത്തഖീങ്ങളാണ്. ഇത് ഈ തഖ്വ കൊണ്ട് കിട്ടുന്ന ഉഖറവിയായ ഏറ്റവും വലിയൊരു ഗുണം. തഖ്വ ഉണ്ടെങ്കിലേ ഇത് ലഭിക്കുന്നുള്ളതാണ്. മാത്രമല്ല ആകാശഭൂമികളിൽ നിന്ന് അള്ളാഹുവിന്റെ ബർക്കത്ത് ലഭിക്കുമെന്ന് വിശുദ്ധ ഖുർആന്റെ 7-ാം അധ്യായം സൂറത്ത് അറാഫിന്റെ 96-ാമത്തെ ആയത്തിൽ കാണാം. അതുപോലെ തന്നെ ദുനിയാവിലും പരലോകത്തും അവർക്ക് സന്തോഷ വാർത്ത ലഭിക്കുമെന്ന് 10-ാം അധ്യായം സൂറത്ത് യൂനുസിന്റെ 62 മുതൽ 64 വരെ ആയത്തിൽ കാണാം. അതുപോലെ അള്ളാഹു തആല പറഞ്ഞു, അവരാണ് വിജയികൾ എന്നാണ്. അവരാണ് വിജയികൾ. വിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്ത് നൂറിന്റെ 52-ാമത്തെ ആയത്തിൽ എന്താണെന്നറിയോ? വമൻ യുതിഇല്ലാഹ വറസൂലഹു വയഖ്ശല്ലാഹ വയത്തഖ ഫഉലൈക ഹുമുൽ ഫായിസൂൻ. ആര് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുകയും അല്ലാഹുവിനെ ഭയപ്പെടുകയും അവനെ സൂക്ഷിക്കുകയും ചെയ്യുന്നുവോ അവർ തന്നെയാണ് വിജയികൾ എന്നാണ്. അങ്ങനെ പറഞ്ഞാല് അല്ലദീന ഫാസൂ ബികുല്ലി ഖൈരിൻ, എല്ലാ നല്ല കാര്യങ്ങളിലും വിജയിക്കുകയും വഅമിനൂ മിൻ കുല്ലി ശർരിൻ, എല്ലാ തിന്മയിൽ നിന്നും സുരക്ഷിതരായിരിക്കുകയും ചെയ്തവർ എവിടെ? ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും സർവ്വ ശർറിൽ നിന്നും രക്ഷപ്പെടും. എല്ലാ നന്മകളും അവർക്ക് ലഭിക്കും. എത്രത്തോളം വെച്ചാല് അന്നാജൂന മിനൻ നാരി ഇലൽ ജന്ന, നരകത്തിൽ രക്ഷപ്പെടുകയും അവർ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. പ്രിയമുള്ളവർ, ഇങ്ങനെ ഒരുപാട് ഖൈറുകൾ അള്ളാഹുവിന്റെ തൗഫീഖിനാൽ മുത്തഖീങ്ങൾക്ക് ലഭിക്കാൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താൻ, അള്ളാഹുവിന്റെ ഹുബ്ബ്,
അള്ളാഹുവിന്റെ ഹുബ്ബ് അതൊരു വലിയ വിഷയമാണ്. ഒരു ഭാര്യയുടെ സ്നേഹവും ഭർത്താവിന്റെ സ്നേഹവും മക്കളുടെ സ്നേഹവും മാതാപിതാക്കളുടെ സ്നേഹവും അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ സ്നേഹവും ഏതെങ്കിലും ജനങ്ങളുടെ സ്നേഹവും ഒന്നുമല്ല ഏറ്റവും പ്രധാനം, അള്ളാഹിന്റെ ഹുബ്ബ്. അതുകൊണ്ടാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ അഹബ്ബക വഹുബ്ബ അമലിൻ യുഖർരിബു ഇലാ ഹുബ്ബിക എന്നൊക്കെ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയായിട്ട് നബി പഠിപ്പിച്ചത്. എത്രത്തോളം മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞു, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അവർ അള്ളാഹുവിനോട് അതികഠിനമായ സ്നേഹമുള്ളവരാണ്. എല്ലാറ്റിനേക്കാളും അവർ സ്നേഹിക്കണത് അള്ളാഹിനെ. ആ അള്ളാഹിന്റെ ഹുബ്ബ് നമുക്ക് കിട്ടാനുള്ള ഒരു മാർഗം തരും. അള്ളാഹ് പറഞ്ഞു തരും, ബലാ മൻ ഔഫാ ബിഅഹദിഹി വത്തഖാ ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. അതെ, ഏതൊരുവൻ തന്റെ കരാറിനെ നിറവേറ്റുകയും തഖ്വ പാലിക്കുകയും ചെയ്തുവോ, എന്നാൽ തഖ്വ പാലിക്കുന്നവർ നിശ്ചയമായും അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. മുത്തഖീങ്ങൾക്ക് ലഭിക്കാനുള്ള ഏറ്റവും വലിയൊരു മെച്ചതറിയും അല്ലാഹുവിന്റെ ഹുബ്ബ് അവർക്ക് ലഭിക്കുന്ന. പ്രിയമുള്ളവരെ, എന്താണ് അള്ളാഹിന്റെ ഹുബ്ബ് കിട്ടിയുള്ള മെച്ചതറിയും? ഒരു ഹദീസിൽ കാണാം, അള്ളാഹു ഒരാളെ സ്നേഹിച്ചാൽ ജിബ്രീലിനെ വിളിച്ചിട്ട് പറയും, ഇന്ന ആളെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ജിബ്രീലെ താങ്കളും സ്നേഹിക്കുക. ജിബ്രീൽ അയാളെ സ്നേഹിക്കുകയും ജിബ്രീൽ ആകാശലോകത്തുള്ള മുഴുവൻ മലക്കുകളെയും വിളിച്ചു കൂട്ടുകയും അല്ലെങ്കിൽ മുഴുവൻ മലക്കുകളോട് പറയും, അള്ളാഹു ഇന്നയാളെ സ്നേഹിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്നു, നിങ്ങളും സ്നേഹിക്കുക. അപ്പൊ മലക്കുകളൊക്കെ അയാൾ സ്നേഹിക്കും. അതുവഴി അയാൾക്ക് ദുനിയാവിലും സ്വീകാര്യത ലഭിക്കും, ആഖിറത്തിലും സ്വീകാര്യത ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് അള്ളാഹിന്റെ ഹുബ്ബ് കിട്ടിയുള്ള മെച്ചം. നേരെ മറിച്ച് വേറൊരു ഹുബ്ബിനും അടിസ്ഥാനം ഉണ്ടാവില്ല. ഏത് ഹുബ്ബും ചിലപ്പോ നിമിഷങ്ങൾ, ഏറ്റവും വലിയ ഹുബ്ബ് നമ്മളെന്താ പറയാ, വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. ഭാര്യ ഭർത്താക്കന്മാർക്കുള്ള ഹുബ്ബാണ്. ഒന്ന് മവദ്ദത്ത് ഹുബ്ബുണ്ട്, രണ്ട് റഹ്മത്ത് കാരുണ്യമുണ്ട്. ചില ഭാര്യ ഭർത്താക്കന്മാർക്കുള്ള ഹുബ്ബ് ഉണ്ടാവില്ല, റഹ്മത്ത് മാത്രം ഉണ്ടാവും. അങ്ങനെ പോകും, മുന്നോട്ട് അങ്ങനെ പോകും, മരിക്കോളും, കുട്ടികളുണ്ടല്ലോ എന്നുള്ള. ചിലരുടെ ഇടയിൽ റഹ്മത്ത് ഉണ്ടാവില്ല, ഹുബ്ബ് മാത്രമേ ഉണ്ടാവുള്ളൂ. പണി മൂപ്പരൊരു ബാധ്യത ചെയ്യൂല, ചിലവരും കൊടുക്കൂല, ഒന്നുമില്ല, എന്നാലും നല്ല സ്നേഹത്തിലായിരിക്കും. അല്ല, ശരിക്കും ഭാര്യ ഭർത്താവിനിടയിൽ ഹുബ്ബ് ഉണ്ടാകണം, റഹ്മത്ത് ഉണ്ടാകണം. ഇത് അള്ളാന്റെ ഒരു ഗിഫ്റ്റാണ്. ഇത് അള്ളാന്റെ ഗിഫ്റ്റാണ്. നിങ്ങൾ ശരിക്കും ആ ഒരു റഹ്മത്ത്, ആ ഒരു ഹുബ്ബ് തന്നെ എത്ര വിശാലാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുത്തഖീങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായി റിസർവ് ചെയ്തിരിക്കുന്ന ഒന്നാണ് അള്ളാഹുവിന്റെ ഹുബ്ബ്. അത് കിട്ടിയവൻ എത്ര വലിയ ഭാഗ്യവാൻ. അല്ലാഹു തആല അവന്റെ ഹുബ്ബ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനെ വിശദീകരിക്കുന്ന ഇമാം തൊബീർ റഹ്മത്തുള്ളാഹി പറയാണ്, ഫഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യത്തഖൂന ഫയഖാഫൂന ഇഖാബഹ വയഹ്ദറൂന അദാബഹ ഫയജ്തനിബൂന മാ നഹാഹും അൻഹു വഹറമഹു അലൈഹി വയുതീഊനഹു ഫീമാ അമറഹും ബി. തീർച്ചയായിട്ടും അല്ലാഹു അവനെ സൂക്ഷിക്കുന്ന, അവന്റെ ശിക്ഷയെ ഭയന്ന് അവൻ വിരോധിച്ചതും ഹറാമാക്കിയതുമായ കാര്യങ്ങൾ വെടിയുകയും അവൻ കൽപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. ഹറാം ഒഴിവാക്കുന്നവനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഹലാല് മാത്രം മതിയെന്ന് തീരുമാനിക്കുന്നവനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അതാണ് ഈ ആയത്തിന്റെ മായന. മാത്രമല്ല, അവസാനിപ്പിക്കുന്ന ഒരു വാക്കുകൂടി, അള്ളാഹു എന്ന് പറഞ്ഞ ആരെ കൂടെ അറിയാം? ഓ, വല്ലാത്തൊരു വാക്കാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ. ഈ റമദാനിന്റെ ഓരോ രാപ്പകലുകളിൽ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട വാക്കാണ്. അള്ളാഹു ആരെ കൂടെ നിങ്ങൾ? ഇന്നല്ലാഹ മഅല്ലദീന തഖൗ, ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. തീർച്ചയായിട്ടും അല്ലാഹു തആല തഖ്വ പാലിച്ചവരോടൊപ്പമാകുന്നു. മുത്തഖികളുടെ കൂടെയാണ് അല്ലാഹു തആല. മുത്തഖികളുടെ കൂടെയാണ് അല്ലാഹു തആല. മാത്രമല്ല, സദ്വൃത്തരായിട്ടുള്ളവരോടൊപ്പവും. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഐ തറക്കുൽ മുഹറമാത് ഫഅലു ത്വാആത്. അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരുടെ കൂടെയാണ് അല്ലാഹു. അതേപോലെ സദ്വൃത്തരായിട്ടുള്ളവർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിച്ച് അവൻ ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ കൂടെയാണ് അള്ളാഹു. ഈ ഒരു അസ്ലിലാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. അള്ളാഹ് ആരെ കൂടെയാണ്? ഹറാം ഒഴിവാക്കി ഹലാല് സ്വീകരിക്കുന്നവരെ കൂടെയാണ്.
ദുആ സ്വീകരിക്കണമെങ്കിലും അത് പ്രധാനമാണ്. പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ കിട്ടണമെങ്കിലും തഖ്വ പ്രധാനമാണ്. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തഖ്വയാണ്. ആ തഖ്വക്ക് വേണ്ടിയാണ് ഇൻഷാ അല്ലാഹ് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിനാൽ നമ്മൾ ഈ റമദാനിലേക്ക് പ്രവേശിച്ചത്. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ മുത്തഖികളാകാൻ വേണ്ടി. അല്ലാഹു തആല നമുക്ക് തഖ്വ നൽകി നമ്മൾക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു കാര്യം അതിന്റെ ഇടയിൽ സൂചിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ പരിശുദ്ധമായൊരു മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചതും നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നതും നമ്മുടെ ചെറിയ ചെറിയ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ പരിഹരിക്കുന്നതും ഈ റമദാനിൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾ തരുന്ന ചെറിയ ആ ഹദിയിലൂടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരോടും ഞാൻ ഒരു ഹദീബ് നിലക്കാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങളാൽ കഴിയുന്നത് ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യണം, പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് നിങ്ങൾ ഹദിയായി നൽകണം. കാരണം ഏറ്റവും നല്ല സമയമാണ്. നമ്മൾ എന്തു കൊടുത്താലും അതിന് അദ്ആഫൻ മുളാഅഫത്തൻ കസീറ, ഇരട്ടി 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 700 അല്ല അതിനപ്പുറത്തേക്ക് റബ്ബ് കണക്കാക്കി അത്രയും പ്രതിഫലം കിട്ടുന്ന ഒരു സമയമാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ അമലുകൾ മുഴുവനും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് മാത്രം പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു വെറുക്കുന്നതിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ, കരുണ ചെയ്യുമാറാവട്ടെ. രോഗികളായ മാതാപിതാക്കൾക്ക് അള്ളാഹു ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ നമ്മുടെ ഇടകളിൽ നമ്മുടെ മക്കളിൽ അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. സ്വാലിഹീങ്ങളായ സച്ചരിതരായ വീടിനും നാടിനും ഉമ്മത്തിനും ഗുണകരമായ മക്കളാക്കി അള്ളാഹു നമ്മുടെ മക്കളെ മാറ്റി തീർക്കുമാറാവട്ടെ. എല്ലാവിധ മുഹറമാത്തുകളിൽ നിന്നും അള്ളാഹു തആല അവരെയും നമ്മയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് രോഗികളായ ആളുകൾക്ക് അള്ളാഹു ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് ഖബറിലേക്ക് ഇറങ്ങിപ്പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന, അട്ടിയോടിക്കപ്പെടുന്ന നിരാലംബരും നിസ്സഹായരുമായ ഉമ്മത്ത് മുസ്ലിമ അള്ളാഹുർക്ക് സമാധാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഫലസ്തീൻ, സിറിയ അടക്കം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളടക്കം ഒരുപാട് സ്ഥലങ്ങളിൽ ഉമ്മത്ത് പ്രതിസന്ധിയിലാണ്. അള്ളാഹുർക്ക് സമാധാനം ചെയ്യുമാറാവട്ടെ. അത്തരം പ്രതിസന്ധികളിൽ നിന്ന് നമ്മുടെ നാടിനെയും നമ്മുടെ പ്രദേശങ്ങളെയും അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീന് പാലിച്ചും പഠിച്ചും പകർത്തിയും പ്രബോധനം ചെയ്തും ജീവിക്കാനുള്ള ഒരു മണ്ണാക്കി അള്ളാഹു തആല ഈ മണ്ണിനെ മാറ്റി തീർക്കുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.